തിരുവനന്തപുരം വിഴിഞ്ഞത്തേക്കാണ്. നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി ഭൂമി വിട്ടു നൽകിയവർ ഇന്ന് ദുരിതത്തിലാണ്. നഷ്ടപരിഹാരം പോലും ലഭിക്കാത്തതിനാൽ പലരുടെയും സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞു. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ആലോചിക്കുകയാണവർ. അവരുടെ ദുരിത കാഴ്ചകളിലേക്കാണ് MG പ്രതീഷ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കുതിപ്പേകി വിഴിഞ്ഞം യാഥാർത്ഥ്യമായി. വിഴിഞ്ഞത്തേക്ക് കരമാർഗമുള്ള ചരക്കു ഗതാഗതത്തിൽ നിർണായകമാണ് ഔട്ടർ റിംഗ് റോഡ്. വിഴിഞ്ഞത്തിന് പുറമെ ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന വമ്പൻ മാറ്റങ്ങൾക്കാണ് വ്യവസായ ലോകം കാത്തിരിക്കുന്നത്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാവുകയാണ്. പക്ഷേ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവർ ഇന്ന് എവിടെയാണ്? അവർ ഇപ്പോൾ പെരുവഴിയിലാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിട്ടും ഔട്ടർ റിംഗ് റോഡിനായി 2.5 വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയവരുടെ അവസ്ഥ ദയനീയം. 11 വില്ലേജുകളിലെ ഭൂമി റോഡിനായി ഏറ്റെടുത്തെങ്കിലും നഷ്ടപരിഹാരം ഇതുവരെ നൽകിയിട്ടില്ല. ഇത്രയും പെട്ടെന്ന് ഈ ഭൂമി എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരം തരും എന്ന് പറഞ്ഞാണ്. എനിക്ക് 6.5 സെൻറ്റ് സ്ഥലവും വീടുമാണുള്ളത്. അത് എത്രയും പെട്ടെന്ന് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും വേറൊരു സ്ഥലം നോക്കാനായിട്ട് അവർ പറഞ്ഞു 3 മാസത്തിനകം മാറേണ്ടി വരും, നിങ്ങൾ വേറെ വസ്തു നോക്കിക്കോളി എന്ന് പറഞ്ഞതുകൊണ്ട് ചെന്ന് വേറെ സ്ഥലം വാങ്ങാനായിട്ട് പൈസ പലിശക്കെടുത്തും കടം വാങ്ങിയും അഡ്വാൻസ് കൊടുത്തു. അത് ഇപ്പം അങ്ങനെ കിട്ടാത്ത രീതിയിൽ കിടക്കുകയാണ്. ഈ പലിശ കൊടുക്കാൻ നിവർത്തിയില്ല, ആ വസ്തുവില്ല, ഇതവർ എടുക്കുന്നുമില്ല. ഇത് എത്രയും പെട്ടെന്ന് എടുത്താലേ ഞങ്ങൾക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ മരിക്കുന്ന മുമ്പേ കിട്ടിയാലല്ലേ നമ്മളെ പിക്കാലങ്ങൾക്ക് ഇത് മാറ്റി നമ്മളൊരു വീട് വെച്ച് കയറക്കിടന്നിട്ട് പിക്കാലങ്ങൾക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് അതുമില്ല ഇതുമില്ല, അത് കിടക്കണം. എനിക്കും എന്തെങ്കിലും വെള്ളം കുടിക്കേണ്ടിരുന്നു, എൻ്റെ ഭർത്താവില്ല. അപ്പോൾ എനിക്കും എന്തെങ്കിലും ഇതിൽ നിന്ന് എൻ്റെ ജീവിതാവശ്യത്തിന് വിടണം. അങ്ങനെയൊക്കെ എല്ലാ കാര്യവും ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര പ്രയാസവും. അവർ വന്ന് അളക്കാൻ വന്നപ്പോഴും ഈ കല്ലിടാൻ വന്നപ്പോഴും ഒരു തർക്കവും പറഞ്ഞില്ല. തർക്കം പറഞ്ഞത് ഇതുപോലൊരു വീട് നമുക്ക് വെക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതല്ലമ്മ, അമ്മയ്ക്ക് നല്ല വീട് വെക്കേണ്ട പൈസയാണ് തരണത്, സ്ഥലത്തിനും തോനെ സ്ഥലം മാറ്റി വീട് വയ്ക്കാം, ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ അവർ നമ്മളോട് ന്യായമൊക്കെ പറഞ്ഞു. എൻ്റെ ചേട്ടൻ KICBയിലെ കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ കുറച്ച് ലോണൊക്കെ എടുത്താണ് ഈ ബിസിനസ്സൊക്കെ കൊണ്ടുപോയത്. കൊറോണ സമയമായപ്പോൾ അത് നഷ്ടത്തിലോട്ടായി. പിന്നെ കയ്യിരുന്ന പൈസയൊക്കെയാണ് കുറച്ചൊക്കെ വായ്പകളെല്ലാം അടച്ചുകൊണ്ടിരുന്നത്. പിന്നീട് വായ്പകൾ ഈ റോഡിൻ്റെ പൈസ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്രയും നാളിരുന്നത്. ആ സാമ്പത്തിക ഞെരുക്കത്തിലും ചേട്ടൻ്റെ നല്ലപോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, BP ഏറിയാണ് മരണപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ ഈ പൈസ ഞങ്ങൾക്ക് 1 വർഷം മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ചേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുകയായിരുന്നു. നല്ലപോലെ പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രതീക്ഷകളെല്ലാം ഈ വികസനത്തിൻ്റെ പേര് എൻ്റെ ചേട്ടൻ്റെ ജീവൻ പൊരിയേണ്ടി വന്നു. വാഗ്ദാനങ്ങളിൽ മനമെടുത്തതോടെ രാഷ്ട്രീയക്കാരെ ഇനി അടുപ്പിക്കില്ലെന്നാണ് കിടപ്പാടം പോയവർ പറയുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പണം നൽകിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനാണ് തീരുമാനം. എന്തുകൊണ്ട് നമ്മുടെയായിട്ടുള്ള ആൾക്കാരെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഈ ഇലക്ഷന്, ഈ പഞ്ചായത്ത് ഇലക്ഷന് നിർത്തിക്കൂടാ എന്നുള്ളതാണ് കാര്യം. 6500 ഫാമിലിയുണ്ട്. ഓരോ ഫാമിലിയിൽ നിന്ന് ഒരു 15 പേരെങ്കിലും നമ്മുടെ ഒപ്പം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏകദേശം 65,000-75,000 വോട്ട് നമുക്ക് കിട്ടും. ഈ 6500 ഫാമിലിയുടെ അമ്മമാരുടെ ഈ ഞങ്ങളുടെ കൂട്ടുകാരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് ഞങ്ങൾ കരുതുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള 50% തുകയായ 930.41 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ബാക്കി തുക നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ്. എന്നാൽ ഈ തുക എപ്പോൾ ഭൂവുടമകൾക്ക് നൽകുമെന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. 2500ഓളം കുടുംബങ്ങളാണ് റിംഗ് റോഡിൽ വട്ടം കറങ്ങുന്നത്.
45 ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പ് 2.5 വർഷമായിട്ടും അനക്കമില്ലാതെ തുടരുന്നു. ക്യാമറമാൻ ജിനു എസ് രാജനും ശ്രീജുവിനുമൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.